ഈയിടെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു സാധനം ഉണ്ട്, കേൾപ്പിക്കാം. ചെങ്കൊടിക്കു കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയായി. എങ്ങനുണ്ട്? സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. അപ്പൊ നായകനാരാ? ആ കരത്തിന്റെ ഉടമയെ, ആ മഹാമനസ്കരെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അടിപൊളി. എടുത്തോണ്ട് പോണ സഞ്ചി നോക്കിട്ടൊന്നും നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ഭേദം വല്ല കല്ല് കുത്താൻ പാപ്പല്ലേ? ആദ്യം ഒരു കവിത എഴുതി കേട്ടോ, അത് പക്ഷെ എനിക്ക് അത്ര ഒരു ഉയിരുള്ളതായിട്ട് തോന്നിയില്ല. എന്നിട്ട് രണ്ടാമത് ഞാൻ ഒരു രാത്രിയിൽ 2.5 മണിക്കിരുന്ന് എഴുതി 5.5 മണിക്ക് തീർത്ത ഒരു കവിതയാണ്. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ വല്ലതും വലിച്ചുവാരി എഴുതിയാൽ ഫോക്ക് കവി എന്ന പേരിൽ ചുളുവി രക്ഷപ്പെടാം. അപ്പൊ എഴുതി വന്നപ്പോൾ അത് അങ്ങ് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ലയിച്ചുപോയി. ഞാൻ ആര്, അദ്ദേഹം ആര്? അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ധന്യരാവാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യൻ മാത്രം. എന്റെ വീട്ടിലിപ്പം പൈസ ഇല്ല, ദാരിദ്ര്യമാണ്. അടുത്ത സംസ്ഥാനത്തൊക്കെ പോയി പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചോറ് തരുന്ന പോലെ കേരള ജനതയെ ഊട്ടുന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലേ പിന്നെ കവിയായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? കഷ്ടം. പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, തള്ളി തള്ളി കണ്ണു തള്ളി. മുഖ്യമന്ത്രി വലിയ ഇഷ്ടമാണ് എനിക്ക് മുഖ്യമന്ത്രി. എനിക്കെന്ന് മാത്രമല്ല, കേരളത്തിലെ അങ്ങ് ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും എന്നെ മതി. ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാനാണ്. കമ്മ്യൂണിസ്റ്റാനെ സംബന്ധിച്ച് ഇവിടെ മറ്റുള്ളവരുടെ നന്മ മാത്രമേ നോക്കില്ല. അദ്ദേഹത്തെ പറ്റി സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും അദ്ദേഹം അതിലൊന്നും മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ലല്ലോ. നമ്മുടെ രക്ഷകനാണ്, കേരളത്തിന്റെ രക്ഷകനാണ്, നമ്മുടെ രക്ഷകനാണ്, കേരളത്തിന്റെ രക്ഷകനാണ്. പിണറായി സാഹനെ അങ്ങ് മനസ്സിലിരുത്തിക്കൊണ്ട് അങ്ങ് എഴുതി. എന്റെ സുഹൃത്തെ കിടിലായിട്ട് അങ്ങ് വന്നു. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്കേ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും.